പെട്ടെന്ന് തിരക്കാവുന്ന ചില മനുഷ്യരുണ്ടല്ലേ, നമ്മുടെ ജീവിതത്തിലൊക്കെ കാണാറുണ്ടല്ലേ. അതായത് നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കില്ല, ബിസി ആയിരുന്നു എന്ന് പറയും. ചില പെണ്ണുങ്ങളെ വിളിച്ചിട്ടുണ്ട്, അവർ പറയും ഒരു ഞാൻ തിരക്കായിരുന്നു കേട്ടോ എന്ന് പറയും. ഹസ്ബൻഡുമാരെ വിളിച്ചു നോക്കി, അപ്പോൾ ഞാൻ കോൺഫറൻസിലായിരുന്നു, അല്ലെങ്കിൽ മീറ്റിങ്ങിലായിരുന്നു, അല്ലെങ്കിൽ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, ഇങ്ങനെ പറയും. ഓഫീസിൽ ജോലിയുള്ളവരാണെങ്കിൽ പറയും സാറിൻ്റെ അടുത്ത് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫീസിൻ്റെ തിരക്കുകളായിരുന്നു എന്നിങ്ങനെ പറയും. അല്ല, ഫുൾ ടൈം ഈ ഓഫീസിൻ്റെ തിരക്കാണോ? ഉച്ചയ്ക്ക് ഉണ്ണാൻ ഇറങ്ങൂലേ, ഒന്ന് ബാത്റൂമിൽ പോകാൻ ഇറങ്ങൂലേ, ആ സമയത്തെങ്കിലും ഒന്ന് തിരിച്ചു വിളിക്കാൻ പാടില്ല, എന്ത് കാര്യമുണ്ട് വിളിച്ചത് എന്ന് അന്വേഷിക്കാൻ പാടില്ല. അത് ചെയ്യില്ല. അവർ പറയും ബിസിയായിരുന്നു, ഞാൻ തിരക്കിലാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് ഞാൻ പല ഹസ്ബൻഡുമാരെയും കണ്ടിട്ടുണ്ട്, ഭാര്യമാരെയും കണ്ടിട്ടുണ്ട്. കാരണം ഞാനും കുറച്ച് കാലം ഒരു ജോലിയിൽ ഇരുന്ന വ്യക്തിയാണ്. അപ്പം ആ ജോലിയിലിരുന്ന സമയത്ത് അവിടെ ഓഫീസിലുള്ളവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഭാര്യമാർ വിളിക്കുമ്പം ഭർത്താക്കന്മാർ പറയും ഞാൻ മീറ്റിങ്ങിലാട്ടോ, ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ വിളിക്കാവേ, ഞാൻ ഇച്ചിരി തിരക്കിലാട്ടോ എന്ന് പറയും. അവിടെ എന്താ പരിപാടി എന്നറിയാവോ? അവിടെ എല്ലാവരും കൂടെ കൂടി ഇരുന്ന് സൊറ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഭാര്യ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയും. ഭാര്യമാർ പറയേ ചേട്ടാ കുറച്ച് കഴിയുമ്പോൾ ഞാൻ വിളിക്കാവേ, ഇപ്പോൾ വിളിക്കാം കേട്ടോ, ഇപ്പോൾ സാറിൻ്റെ അടുത്ത് നിൽക്കാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറയും. അവിടെ എന്താണെന്നറിയാവോ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിലെ കുറ്റങ്ങളും പറഞ്ഞ് കുറവുകളും പറഞ്ഞിരിക്കുന്ന സമയമായിരിക്കും. ഇതൊത്തിരി കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. പല ഓഫീസുകളിലും പല സ്ഥലത്തും ജോലി ചെയ്തപ്പം രണ്ട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 സ്ഥലത്തും ജോലി ചെയ്തപ്പം ഇങ്ങനെ ഉള്ള അനുഭവങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മളെന്ത് വിചാരിക്കണം, നമ്മളെ പ്രതീക്ഷിച്ച് വീട്ടിലിരിക്കുന്ന ഒരാളുണ്ട് അല്ലേ, നമ്മളെ സ്നേഹത്തോടു കൂടിയായിരിക്കും അവർ വിളിക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യ കാര്യത്തിനായിരിക്കും വിളിക്കുന്നത്. അപ്പം ഇവർ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ പിന്നെ വിളിക്കാം, ഭയങ്കര തിരക്കിലാട്ടോ, ഹസ്ബൻഡ് ഭയങ്കര തിരക്ക്, അല്ലെങ്കിൽ ഭാര്യ തിരക്കിൽ നിൽക്കുക കേട്ടോ എന്നിങ്ങനെ പറയും. അത് അങ്ങനെ ഒരു കൂട്ടർ. ഇങ്ങനെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. ഒരിക്കൽ ഒരു ഭർത്താവ് ഭയങ്കര സാമൂഹ്യ സേവനമായിട്ട് നടക്കുന്ന ആളാണ്. വീട്ടിലെ കാര്യങ്ങൾ ഒന്നും അത്യാവശ്യം ഒന്ന് ഓടിച്ചു നോക്കും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഭാര്യയ്ക്ക് പുറത്തു പോകേണ്ട ആഗ്രഹമുണ്ടോയെന്നോ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് സാധനങ്ങൾ വല്ലതും മേടിച്ചു കൊടുക്കണോ അങ്ങനെയൊന്നും ചെയ്യില്ല. എല്ലാം സാമൂഹ്യ സേവനമാണ്. രാവിലെ ഒരു ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തു കൊടുത്തങ്ങ് ഇറങ്ങും, എന്നിട്ട് നാട് നന്നാക്കാൻ വേണ്ടി നടക്കും. അങ്ങനെ നടന്നതിനിടയ്ക്ക് ഒരിക്കൽ ഭാര്യയുടെ കണ്ണിൽ ഈ റോസയുടെ മുള്ള് കണ്ണിൽ കൊണ്ടു കഴിഞ്ഞപ്പോൾ ഭർത്താവിനെ വിളിച്ചപ്പോൾ ഭർത്താവ് ഇവിടെ ഞാനിവിടെ ഇല്ല, ഇങ്ങനെ കണ്ണി മുള്ളു കൊണ്ടുവെന്നും പറഞ്ഞ് ഭാര്യ വിളിക്കുക, ഒന്ന് പെട്ടെന്ന് വരാമോ എന്ന് ചോദിച്ചു. എടി ഞാനിവിടെ ഇല്ല, ഞാനിപ്പോൾ കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിൽക്കുക. എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതേ കൂട്ടുകാരൻ്റെ കാലിന് ഒരു ചെറിയൊരു പൊട്ടൽ, അപ്പോൾ ഒരു ഓപ്പറേഷന് വേണ്ടി കൊണ്ടുവന്ന എന്ന് പറഞ്ഞു. അപ്പോൾ ഭാര്യ പറഞ്ഞു എൻ്റെ കണ്ണിലിങ്ങനെ ഒരു മുള്ളു കൊണ്ട് നിങ്ങൾ വരാവോ, അല്ലെങ്കിൽ എനിക്ക് പോണായിരുന്നു, എൻ്റെ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, അടുത്ത വീട്ടിലെ ചേച്ചിയോട് മേടിച്ചോണ്ട് പോക്കോ, ഞാൻ വരുമ്പോൾ അങ്ങ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞു. അപ്പം ഭാര്യ പറഞ്ഞു നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എടി ഇപ്പോൾ വരാൻ പറ്റില്ല, ഇവൻ്റെ അടുത്ത് നിൽക്കാൻ ആരുമില്ല. ഇവിടെ അത് കഴിഞ്ഞ് രാത്രിയായി. അയലോക്കത്ത് ചേച്ചിയുടെ കൂടെ പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കണ്ണിന് ഒരു ചെറിയ ഓപ്പറേഷൻ വേണ്ടി വന്നു. അങ്ങനെ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെയായി കെട്ടിവെച്ചു. വൈകുന്നേരമായപ്പോൾ വന്ന് ചേച്ചി പൈസ കൊടുത്തു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിലേതാണ് ആവശ്യം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. എടി ഞാൻ വരുവാ, ഇപ്പം തന്നെ വരാം എന്ന് പറയണതിന് പകരം കൂട്ടുകാരൻ്റെ വീട്ടിലാരില്ല, കൂട്ടുകാരൻ്റെ കൂടെ നിൽക്കാൻ ആളില്ല, അതുകൊണ്ട് ഞാനാണ് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരേ ബന്ധങ്ങൾ ചിലപ്പം നമ്മൾ കാണാറുണ്ട് ഇല്ലേ. ഇതൊക്കെ അനുഭവത്തിലുള്ള ഒത്തിരി സ്ത്രീകൾക്ക് പറ്റുന്ന അനുഭവങ്ങളാണ് ഇതൊക്കെ. പലപ്പോഴും ഭർത്താക്കന്മാർ നീ യാത്രയായിട്ടിരുന്നോ, ഞാനിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ കഴിഞ്ഞാലും 5 മണിക്കൂർ കഴിഞ്ഞാലും അന്നത്തെ രാത്രി ആയാലും വരാത്ത ഭർത്താക്കന്മാരുമുണ്ട്. ചില ഫംഗ്ഷനുകൾ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭാര്യമാരെയും കൊണ്ട് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറ്റുമെന്നറിയാമോ? അവിടുത്തെ കസേരയും മേശയെല്ലാം അടുക്കി എല്ലാവരും പോയി, ഈവൻ മാനേജ്മെൻറ്റുകാരും പോയി കഴിഞ്ഞാലും ഭർത്താവിനെ കാണില്ല. അത് കുറേ നേരം കഴിയുമ്പോൾ ഓടി ഒരു വരവാണ്, മുഖമൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇടി ബാടി നമുക്ക് പോകാം, സമയം ഒത്തിരിയായില്ലേ, ബാന്നും പറയുന്നുണ്ട്. മിക്ക ഭാര്യമാരും മിണ്ടാതെ കൂടെ പോകും. ചില ഭാര്യമാരും ഇങ്ങനെ ഇരിക്കും, കൊതികുത്തി മുഖവും വീർപ്പിച്ച് ആ കൂടെ അങ്ങ് പോകും. ഇതും ഒക്കെ നമ്മൾ സാധാരണ ഇതിങ്ങനെ പലരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് അല്ലേ. കുറച്ചൊക്കെ എൻ്റെ ജീവിതത്തിൽ അനുഭവങ്ങളുണ്ട്, എങ്കിലും ഒത്തിരി പേരുടെ അനുഭവങ്ങൾ. നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കൂട്ടമായിട്ടിരുന്ന സ്ത്രീകളോ അല്ലെങ്കിൽ പുരുഷന്മാരോ സംസാരിക്കുമ്പോൾ ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു, ഇതൊക്കെ ഉണ്ടായിരുന്നോ എന്നിങ്ങനെ. ശരിയല്ലേ? ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും എല്ലാവരുടെ വീടുകളിലും ഒക്കെ സംഭവിക്കുന്നതാണെന്നും പറഞ്ഞ് നമുക്കങ്ങനെ ഒഴിഞ്ഞു കഴിയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഒഴിഞ്ഞു മാറണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവമായിട്ട് വന്നു കഴിയുമ്പോൾ, നമുക്കൊരടി കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാകുകയുള്ളൂ. ജീവിതത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഇളയ മോന് കാൽസ്യം കുറഞ്ഞ ഒരു
അസ്വസ്ഥത ഉണ്ടായിരുന്നു അവൻ്റെ കുഞ്ഞു പ്രായത്തിൽ. ആരുമില്ലാതെ എടുത്തുകൊണ്ട് ഓടിയ ഒരവസ്ഥ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാൽസ്യം കുറഞ്ഞു പോയി. 4.2 എങ്ങാണ്ട്, 9 വേണ്ടടുത്ത് 4.2 എങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞു വാവയായിരുന്നു, 6 മാസം ഒക്കെ ഉള്ളൊരു കൊച്ച്. അപ്പം മുഖമൊക്കെ അങ്ങ് നീല കളറായി, വേറൊരു രീതിയിലേക്കായി. എന്താണെന്ന് അതെന്നറിയത്തില്ല, ഇങ്ങനെ ഫിറ്റ്സ് പോലെ വന്ന് അങ്ങനെയായി. എടുത്തോണ്ട് ഓടിക്കഴിഞ്ഞപ്പം ആരുമില്ല. ഹസ്ബൻഡിനെ വിളിച്ചിട്ടിട്ട് ഫോണും എടുക്കുന്നില്ല. അടുത്ത വീട്ടിലെ ചേച്ചി സ്കൂള് വിട്ട് വരുമായിരുന്നു, സ്കൂളിൽ അധ്യാപികയായിരുന്നു. ആ ചേച്ചി സുധാമേനെ ഞാൻ ഒരിക്കലും മറക്കില്ല. സുധാമ പറഞ്ഞപ്പോൾ നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് നൈറ്റി ഇടണം, നൈറ്റിയാലെ കയറി പിന്നെ ചെരുപ്പ് പോലും ഇടാണ്ട് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഓടിപ്പോയ ഒരവസ്ഥയും, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് മണിക്കൂർ കഴിയുമ്പോൾ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമെന്ന് ഡോക്ടർമാർ പറയുന്ന അവസ്ഥയും ഒക്കെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച. അപ്പോൾ ഓരോ ഘട്ടത്തിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴായിരിക്കും നമുക്ക് ദൈവദൂതനെ പോലെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ഇല്ലേ? ഞാൻ ഇന്നും ആ സുധാമ മരിച്ചു പോയിട്ടോ. സുധാമയ്ക്ക് അധികം പ്രായമൊന്നുമില്ലായിരുന്നു, അവർക്ക് കരളിന് അസുഖമായിട്ട് മരിച്ചുപോയി. പക്ഷേ ഞാൻ സുധാമേനെ ഇന്നും ദൈവതുല്യമായിട്ട് കാണുന്ന ഒരു വാക്കാണത്. കാരണം ആ സമയത്ത് ഓടി വന്ന് എൻ്റെ കൂടെ നിന്ന്, പൈസ കയ്യിലില്ല, എങ്ങോട്ടാണ് വിളിക്കേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന അടിമാലില്ല, അവിടുന്ന് വരണം, വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. കയ്യിലൊരു ഫോണ് ഉള്ളത് വീട്ടിൽ വെച്ചിട്ടാണ് കൊച്ചിനെ എടുത്തുകൊണ്ട് ഓടുന്നത്. അപ്പം കൂടെയുള്ള സുധാമയുടെ ഫോണിൽ നിന്നാണ് വിളിക്കുന്നത്. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില ഘട്ടങ്ങൾ നമ്മളിങ്ങനെ ഓർക്കുമ്പോഴാണ് ഓരോരുത്തരുടെ തിരക്കുകളും എന്തോ എനിക്കങ്ങ് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ സാധിക്കില്ല. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയാണ്, ആരുമില്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ ഉണ്ടല്ലോ ഈ മറ്റുള്ളവരെ കൂട്ടി നമ്മൾ ആ പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, ശരിക്കും ഒരു സങ്കടം പിടിച്ച അവസ്ഥയാണ്. അപ്പം നമ്മൾ വേറൊന്നും ചിന്തിക്കില്ല, നമ്മൾ ഓടും എടുത്ത്. നമുക്ക് അപ്പോഴത്തെ രക്ഷയുള്ളൂ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും. അവരോടൊക്കെ പൈസ മേടിക്കുന്ന അവസ്ഥയൊക്കെ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല. നമ്മുടെ ചേച്ചി എന്നെ കൊച്ചിന് എൻ്റെ പൈസ ഇല്ല, പിന്നെ തരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ സമയത്ത് മേടിക്കുമല്ലേ. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാനുള്ളത് എന്നാണെന്നറിയാമോ, നമ്മളെപ്പോഴും നമ്മുടെ കയ്യിലൊരു കൊച്ചു തുകയെങ്കിലും നമ്മുടെ കയ്യിലൊരു സമ്പാദ്യം ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് നമ്മൾ എപ്പോഴാണെങ്കിലും ഒരു ചെറിയ തുക നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക. ഏത് ആവശ്യത്തിനും നമുക്ക് പുറത്തു പോകുമ്പോഴും അത്യാവശ്യത്തിന് എവിടെ പോകുമ്പോഴും നമ്മുടെ കയ്യിലൊരു തുക, ഒരു കുഞ്ഞു തുകയെങ്കിലും കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ നമുക്കൊരു കോൺഫിഡൻസ് കൂടുതലാണ്. അതുണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ അയലോക്കത്തെ ചേച്ചി തരും അല്ലെങ്കിൽ അടുത്ത ആൾ തരും എന്നും പറഞ്ഞിരിക്കരുത്. നമുക്ക് ആരോടും മേടിക്കണേക്കാളും നമുക്ക് സേഫ് നമ്മുടെ കയ്യിലൊരു കുറച്ച് തുകയായിട്ട് നമുക്ക് ഓടിപ്പോകാൻ സാധിക്കുന്നതല്ലേ. അങ്ങനെയുള്ള സംഭവം എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഉണ്ടായാൽ പോലും എന്ത് സംഭവങ്ങളുണ്ടായാലും ഇപ്പോൾ പോകുന്ന വഴിക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്കൊരു അത്യാവശ്യം വന്ന് എന്തെങ്കിലും ഒരു സാധനം മേടിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ, അതൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മളൊരു കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ നമ്മുടെ കയ്യിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. കുറഞ്ഞ ഒരു തുകയെങ്കിലും നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് എന്നും പറഞ്ഞ് ഒഴിവാകാം. അതൊന്നും വലിയ കാര്യങ്ങളല്ല എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും ഇതൊക്കെ ജീവിതത്തിൽ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് അനുഭവിച്ചവർക്ക് മാത്രമേ അതിൻ്റെ ആ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഒന്നും ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. നമ്മൾ ജീവിതത്തിൽ ഓരോ വിഷമങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ നമ്മൾ വല്ലവരോടൊക്കെ ഇതൊക്കെ പറയുമ്പോൾ അവർ പറയും, അത് അത്ര വലിയ കാര്യമാണോ എന്ന് പറയും ചിലർ. അത്രയും വലിയ കാര്യമാണ്, അവരെ സംബന്ധിച്ചത് കാര്യമാണ്. മറ്റുള്ളവർക്ക് അത് നിസ്സാരമായിട്ട് തോന്നും, ഇല്ലേ? ചിലർക്ക് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്നാ പറയണേ, മറ്റുള്ളവർക്ക് അത് ഈസിയായിട്ട് ഇത്രയുള്ളോ, ഇത്രയും പൈസയുടെ കാര്യമാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ഒരു കുഞ്ഞു കേസാണ് ഇത്, അവരിത്ര പൊലിപ്പിച്ച് പറയേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ. പക്ഷേ ആ കുഞ്ഞു കാര്യം പോലും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റിമറിക്കുന്ന സംഭവങ്ങളായിരിക്കും, ശരിയല്ലേ? നമ്മുടെ വിഷമങ്ങളായിരിക്കും നമ്മൾ ചിലപ്പം മറ്റുള്ളവരോട് പറയുന്നത്. പക്ഷെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ എല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറഞ്ഞിട്ടും കാര്യമില്ല, അതിനൊന്നൊരു സൊല്യൂഷനും അല്ല, ചുമ്മാ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഒത്തിരി കാര്യം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ മൂത്ത മോന് പൊള്ളലേറ്റിട്ടുണ്ട്, പാല് തിളച്ചാടി. അതങ്ങനെ ഒരു ദുരന്തം, അത് ഭയങ്കര ഒരു ദുരന്തമായിരുന്നു. കോലഞ്ചേരി പോയി പ്ലാസ്റ്റിക് സർജറിയൊക്കെ ചെയ്തതാണ്. അങ്ങനെ ഒരു ഇത് കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ ഒത്തിരി ഘട്ടങ്ങളിൽ കൂടെ കടന്നു പോയി കഴിഞ്ഞപ്പം ഞാൻ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില സമയം കഴിഞ്ഞ ഒരു ദിവസം ഞാനൊരു കല്യാണത്തിന് വന്നപ്പോൾ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ.
മണിക്കൂറുകൾ പറഞ്ഞ എൻ്റെ കുഞ്ഞിനെ 1 വയസ്സുള്ളപ്പോഴാട്ടോ പൊള്ളലേറ്റത്. പാല് ഇങ്ങനെ ഈ സ്ലാവയിൽ ഇങ്ങനെ കാച്ചി വെച്ചിട്ടു. ഞാനാണ് കാച്ചി വെച്ചത്. അപ്പോൾ കപ്പില്ലേ, പിടിയുള്ള കപ്പിലാണ് ആ പാലിങ്ങനെ വെച്ചിരുന്നത്. അപ്പോൾ ഇവൻ ഒരിക്കൽ പോലും മുട്ടയിൽ നടക്കണം ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഇവൻ മുട്ടയിൽ വന്ന് എഴുന്നേറ്റിട്ട്, മുട്ടയിലല്ല, ഇങ്ങനെ കൊണ്ട് ഇരുത്തിയിടുന്ന സ്ഥലത്ത് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. എൻ്റെ ചേടത്തി ജോലിയുള്ള കസ്റ്റംസിലാണ് ജോലിയാണ്. അപ്പോൾ ചേടത്തി വരുമ്പോഴത്തേനും ചായ ഉണ്ടാക്കാമെന്നോർത്തോണ്ട് ഞാനിങ്ങനെ പാല് തിളപ്പിച്ചിങ്ങനെ വെച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി തിരിഞ്ഞു കഴിഞ്ഞപ്പം ഈ താഴെ ഇരുത്തിയവൻ എങ്ങനെയാണെന്നറിയത്തില്ല, ഇനിയിട്ട് ഈ സ്ലാവെ പിടിച്ചിട്ട് ഈ പാലെ പിടിച്ചൊരൊറ്റ മാറി. ഈ തിളച്ച പാലല്ലേ, അതിങ്ങനെ ഈ താട തൊട്ട് ഇങ്ങനെ അങ്ങ് വീണു. ഭാഗ്യം കൊണ്ടും ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും മുഖത്ത് വീണില്ല, ഈ നെഞ്ചത്തും കാലയിലും എല്ലാം അങ്ങ് വീണു. അപ്പം എന്നാ പറയണേ, അങ്ങ് പൊള്ളി. ഉടുപ്പിട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് ബോധമില്ലായിരുന്നു അന്ന്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉടുപ്പൊന്നും ഊരരുതെന്നുള്ള ബോധം, കണ്ടിച്ചെടുക്കുകയും കണ്ടൊക്കെ ചെയ്യാവുള്ളൂ. ഞാൻ അന്ന് ആ ഉടുപ്പങ്ങ് വലിച്ചൂരി. അത് കഴിഞ്ഞപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ. ആ അരി എടുത്ത് ഈ കുഞ്ഞിൻ്റെ മേത്തേക്ക് കമത്തി, കാരണം തണുത്ത വെള്ളമാണല്ലോ എന്ന് ഓർത്തുകൊണ്ട്. പിന്നെ ഓടിക്കൊണ്ട പൈപ്പിൻ്റെ അടിയിൽ പിടിച്ചു. ഇതെല്ലാം ദോഷമായിരുന്നു ചെയ്തത്. വെള്ളത്തിൽ പിടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അരി എടുത്തിട്ടതും ഒക്കെ അങ്ങനെ ഒരു ദുരന്തത്തിൽ കൂടെ ഞാൻ കടന്നുപോയ വ്യക്തിയാണ്. പിന്നെ ഞാൻ അന്ന് ചേട്ടൻ KSBCയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ ഓഫീസിൽ നിന്ന് നടന്നു വരുന്ന സമയത്തായിരുന്നു ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ചേട്ടൻ വന്ന വഴി കൊച്ചിനെ എടുത്തുകൊണ്ട് ചേട്ടൻ ഓടി. പുറകെ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിൽ ഞാൻ ഓടി. ഞങ്ങൾ അടുത്തൊരു ഹോസ്പിറ്റൽ, തൊട്ടടുത്ത് തന്നെ ഒരു ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അവിടെ ചെന്നപ്പോഴത്തേനും അവർ പറഞ്ഞു കോലഞ്ചേരിക്ക് വല്ലതും കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവനെ കോലഞ്ചേരി കൊണ്ടുപോയി. കുറേ ദിവസങ്ങൾ കിടന്നു. അതൊക്കെ ഓർക്കാൻ പറ്റില്ല. എത്രയോ രാവുകൾ, മാസങ്ങളോളം ഞങ്ങൾ ഉറങ്ങാണ്ടിരുന്ന സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പം അവൻ 24 വയസ്സായിട്ട് ഇരിക്കുന്നു സന്തോഷവാനായിട്ട്. അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം അന്ന് തിന്ന വിഷമത്തിനുണ്ടല്ലോ, ചില സമയം ആരും ഇല്ലാത്തൊരവസ്ഥയൊക്കെ വരും ആ സമയത്തൊക്കെ, ഇല്ലേ? നമുക്ക് ആരുമില്ല, നമുക്കിവിടെ കൂടെയൊന്നും ആരുമില്ല എന്നൊരു തോന്നൽ തന്നെ ഒരു സമയങ്ങളൊക്കെയാണത്. ഒരു മുറിക്കകത്ത് ആരെയും കയറ്റാതെ ഇങ്ങനെ എന്നാ പറയണേ, അടച്ചിട്ട മുറിക്കകത്ത് ഇരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളോടെയൊക്കെ അത്രയ്ക്കും വൃത്തിക്കും ശുദ്ധിക്കും ഒക്കെ ആയിരുന്നു ആ മുറിക്കകത്ത് കയറാൻ പറ്റുള്ളൂ. ഇൻഫെക്ഷനൊക്കെ പിടിക്കാൻ സാധ്യത, കുഞ്ഞു കുഞ്ഞല്ലേ. അപ്പം അതുപോലെ അങ്ങനെയൊക്കെയുള്ള ഒരു ജീവിതത്തിൽ കൂടെയും ഞാൻ കടന്നുപോയി. ഇളയ മോന് കാൽസ്യത്തിൻ്റെ കുറവ് വന്ന് അങ്ങനെ ഒരു ഇതിൽ കൂടെ കടന്നുപോയി. ഇതൊക്കെ എൻ്റെ ജീവിതത്തെ വളരെയധികം സ്വാധീനിച്ച സംഭവങ്ങളാണ്. ഞാൻ ഒത്തിരി പ്രതിസന്ധി കൂടെ കടന്നുപോയി. അതുകൊണ്ട് എനിക്ക് പല കാര്യങ്ങളും മറ്റുള്ളവരോട് പറയാൻ പറ്റും എന്നെനിക്കൊരു തോന്നലുണ്ട്. എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലതും പാഠങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടല്ലേ. പല അനുഭവങ്ങൾ വരുമ്പോൾ നമുക്കതൊരു പാഠങ്ങളാണ്. അത് എനിക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്നൊരു തോന്നൽ. ആ സമയത്ത് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഒരു ചിന്ത ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. എനിക്കന്ന് വലിയ പ്രായമൊന്നുമുള്ള സമയമല്ല, കുഞ്ഞു കുട്ടികളുള്ള സമയമല്ലേ. അന്നൊക്കെ അമ്മയില്ലാത്തതിൻ്റെ ഒരു കുറവും ഒക്കെ അനുഭവിച്ചതുകൊണ്ടും ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഇതെന്തൊരു ജീവിതം എന്നൊക്കെ ഞാനിങ്ങനെ പലപ്പോഴും ആലോചിച്ചും വിഷമിച്ചും ഒക്കെ സംഭവങ്ങളും ഓരോ ദിവസങ്ങളും ഞങ്ങൾ ചില ദിവസം ഞാനും ചേട്ടനും കൂടി, ചേട്ടൻ കരഞ്ഞ സംഭവങ്ങൾ വരെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. കാരണം ഒരാണുങ്ങൾ കരയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല അത് എങ്ങനെയാണ് പറയണ്ടേന്ന്. സാധാരണ ആണുങ്ങളങ്ങനെ കരയില്ല എന്നല്ലേ, ആണുങ്ങൾ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റെ വിഷമമുള്ളിൽ ഒതുക്കി ഇരിക്കുകയുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പല ദിവസങ്ങളിലും പൊട്ടിക്കരയണ കണ്ടിട്ടുണ്ട്. അപ്പം അതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ പല അവസരങ്ങളും കടന്നു പോയിട്ടുണ്ട്. അതൊക്കെ ചില സമയം ഞാൻ ഇങ്ങനെ വീഡിയോ ഇടണോ എന്നാലോചിക്കും. പിന്നെ ഞാൻ ഓർത്തു എല്ലാവർക്കും അറിയട്ടെ, ഇതിങ്ങനെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രതിസന്ധി ഉള്ളതെന്ന് എല്ലാവരും അറിയണം, അല്ലേ? ആ സമയത്തൊക്കെ പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. ജോലി ഉണ്ടെന്ന് എക്സൈസിലൊക്കെ നല്ല, അന്ന് എനിക്കൊന്ന് പ്രിവൻറ്റീവ് ഓഫീസറായിരുന്നു ചേട്ടൻ. അപ്പം എക്സൈസ് നമുക്കറിയാമല്ലോ, ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഒരു നല്ല സാലറി ആകണം എന്നുണ്ടെങ്കിൽ അത് എത്ര വർഷങ്ങളെടുക്കും. അല്ലെ, അയാളുടെ സർവീസ് അനുസരിച്ചല്ലേ സാലറിയൊക്കെ കയറി പോകുന്നത്, നല്ല നിലയിലെത്തുന്നത്. അപ്പം അങ്ങനെ സർക്കിൾ ഇൻസ്പെക്ടറായിട്ടാണ് റിട്ടയർഡ് ആയത്. പക്ഷേ ആദ്യകാലത്തൊക്കെ അത്രയ്ക്ക് വലിയ സാലറി ഇല്ല. അന്നൊക്കെ എക്സൈസുകാർക്കൊക്കെ ആർക്കാണെങ്കിലും നമുക്കറിയാലോ ഒരു ക്ലർക്കിൻ്റെയൊക്കെ സാലറി എത്രയുണ്ടെന്ന്. നമ്മൾ പറയും ഗവൺമെൻറ് ജോലിയല്ലേ എന്ന് പറയും. ആകെ ഗവൺമെൻറ് ജോലിക്ക് അന്ന് നമ്മുടെ
പ്രതീക്ഷ പെൻഷൻ കാശ് കിട്ടുമല്ലോ, പെൻഷൻ പറ്റുമ്പോൾ ഒരു പൈസ കിട്ടുമല്ലോ എന്നിങ്ങനെ അങ്ങനെയൊക്കെയുള്ള ചിന്തകളല്ലേ ഗവൺമെൻറ് ജോലിയുടെ ഒരു ബെനിഫിറ്റ്. അന്നൊക്കെ നല്ലതാണ്. ഇന്നിപ്പോൾ അതിൽ സാലറി മേടിക്കുന്ന പിള്ളേർ പ്രൈവറ്റ് ഫേമിൽ ജോലി ചെയ്യുന്നവരുണ്ടല്ലേ, അതൊക്കെയായിരുന്നു. അപ്പം ആ ഒരു സാലറിയും കൊണ്ട് ഞങ്ങൾക്ക് ഈ കുഞ്ഞിൻ്റെ ചികിത്സയും എല്ലാം കൂടെ ആയപ്പോൾ ഞങ്ങൾ താറുമാറടിച്ചു പോയ സംഭവങ്ങളാണ്. പിന്നെ അതിൽ നിന്നൊക്കെ കരകയറി വരുമ്പോൾ ഓരോ പ്രാവശ്യവും രക്ഷപ്പെട്ടു വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഓർക്കും ഇതെല്ലാം കർമ്മഫലം, മുൻജന്മം ചെയ്ത പാവങ്ങളോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം എന്നൊക്കെ വിചാരിച്ച അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാവരോടും പറയാൻ എനിക്കുള്ളതെന്നു വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഒഴിഞ്ഞ സമയങ്ങളിൽ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഒരു ദുഃഖമുണ്ട്. ഞങ്ങളുടെ വിവാഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 12 വർഷമെങ്കിലും പ്രണയിച്ച ശേഷം വിവാഹം കഴിച്ചവരാണ് ഞങ്ങൾ. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിച്ചവരാണ്. അപ്പം എപ്പോഴും താങ്ങും തണലുമായിട്ട് ഞങ്ങൾ എപ്പോഴും അന്നും ഇന്നും എപ്പോഴും ഉണ്ട് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഞങ്ങളെ വീഴ്ത്തിക്കളയണത് ഞങ്ങളുടെ സാമ്പത്തികമായിരുന്നു. ഒരു പ്രകാരത്തിലൊന്ന് രക്ഷപ്പെട്ട് നല്ല നിലയിലെത്തുമ്പോഴത്തേ എന്തെങ്കിലും പ്രശ്നം വന്ന് സാമ്പത്തികം താഴ്പോവും. പിന്നെ അടുത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ സാമ്പത്തികം, അങ്ങനെ കയറിയും ഇറങ്ങിയ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടേത്. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി പാഠങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞാനിപ്പോഴാണേലും അതിൽ നിന്ന് ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. ഇപ്പം ഞങ്ങൾ എന്താ വെച്ചാൽ ചിലവുകളെ നിയന്ത്രിക്കാനും അതെങ്ങനെ നിയന്ത്രിക്കാനും ഞാൻ പഠിച്ച പാഠത്തിലൂടെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കാനും ഞാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം നമ്മൾ ദൂർത്തടിച്ച് അല്ലെങ്കിൽ എന്നാ പറയുക, നമുക്ക് ഉള്ള പൈസക്ക് കുറച്ചെങ്കിലും സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് മേടിക്കാൻ നടക്കുന്നത് അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ ചോദിക്കുന്ന ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്ക് ചിലപ്പോൾ തരാൻ മടിയൊന്നും കാണില്ലായിരിക്കും. ചിലർക്ക് ഉണ്ടെങ്കിലും തരില്ലാത്തവരുണ്ട്. ചിലർ അങ്ങനെയല്ല, ഇവരെന്തിനാ ഇങ്ങനെ പൈസ, ഇവർക്കൊക്കെ ജോലിയുള്ളതല്ലേ, ഇവരിങ്ങനെ പൈസ ചോദിച്ചുകൊണ്ട് നടക്കണേ എന്തിനാ എന്നിങ്ങനെ ചോദിക്കണവരും കാണും. അപ്പം എപ്പോഴും നമ്മളൊരു ചെറു സമ്പാദ്യം ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് എന്താവശ്യം വന്നാലും നമ്മുടെ കയ്യിൽ പൈസ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ആരുടെയും മുമ്പിൽ കൈ നീട്ടാതിരിക്കുക. പിന്നെ ജീവിതം ഇങ്ങനെ കയറ്റവും ഇറക്കവും ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. എല്ലാവർക്കും പ്രതിസന്ധി വരും എന്ന് നമ്മൾ വിചാരിക്കുക. എപ്പോഴും സന്തോഷം മാത്രമായിരിക്കില്ല ജീവിതത്തിൽ. നമുക്കെപ്പോഴും വേണ്ടത് സമാധാനമാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. സന്തോഷം മാത്രം കിട്ടിക്കൊണ്ട് കാര്യമില്ല, സമാധാനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യം. അപ്പം ഞാനിത് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് എനിക്കറിയില്ല. എങ്കിലും എൻ്റെ ഈ വിഷമം എന്താണെന്ന് പറയണേ, ഞാനിങ്ങനെ ഓരോ വർഷവും ഡിസംബർ 23-ാം തീയതിയോടടുക്കുമ്പോൾ ഞാൻ എൻ്റെ മൂത്ത മോനെ ഓർക്കും. അന്നാണ് പുള്ളിയത്. അതേപോലെ ഈ മാസങ്ങളിൽ ഞാൻ എൻ്റെ ഇളയ മോനെ ഓർക്കും. മാർച്ച് മാസമാകുമ്പം സ്കൂൾ അടയ്ക്കുന്ന ഏകദേശ സമയത്തായിരുന്നു അവന് കാൽസ്യം കുറഞ്ഞു പോയത്. അങ്ങനെ 2 ഘട്ടങ്ങൾ ഞാൻ ഒരു വാടക വീട്ടിൽ കൂടെ കിടന്ന സമയത്താട്ടോ. അപ്പം അതിങ്ങനെ എന്നു പറഞ്ഞാൽ അതിങ്ങനെ ഓർക്കുമ്പം ഭയങ്കര സങ്കടം ചിലപ്പോൾ തോന്നാറുണ്ട്. പക്ഷെ അവർക്ക് കുഴപ്പങ്ങളൊന്നുമില്ല, അവർ മിടുക്കന്മാരായിട്ടിരിക്കുന്നു. പക്ഷെ എന്തോ നമ്മളാ അവസ്ഥ കടന്നു പോയതിൻ്റെ ആ ബുദ്ധിമുട്ട് ഞാനത് തരണം ചെയ്ത് എങ്ങനെയാണെന്നും, ചേട്ടന് ജോലിക്ക് പോകണം. ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, എക്സൈസിലെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാടും മേടും കയറി നടക്കണം, റെയ്ഡ് നടത്താൻ പോകണം, അങ്ങനെ പോകണം. പിന്നെ ചില സമയം ഏതെങ്കിലും ചെക്ക് പോസ്റ്റിലായിരിക്കും ജോലി, അങ്ങനെ വരാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അതിനിടയ്ക്ക് 2 മക്കളും ഒക്കെ ആയിട്ടും ഒക്കെ ജീവിച്ച കാലഘട്ടങ്ങളും ഉണ്ട്. അത് കഴിഞ്ഞപ്പം ഒരുമാതിരി ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ജോലിക്ക് പോയി തുടങ്ങിയത്. അതും കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നിവൃത്തിയില്ലാണ്ട് ഞാൻ നിർത്തേണ്ട വന്നു. കാരണം ഇവരെ നോക്കേണ്ട ഉത്തരവാദിത്വം, ഇവർ 10ാം ക്ലാസ്സും ഒക്കെ ആയി, ഇളയാൾ 7 വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് 2 പേരും തമ്മിൽ. അപ്പം അങ്ങനെ ഒക്കെ ഉള്ളത് ഒക്കെയാണ്. അപ്പം എന്താണെന്നാ പറയണേ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞാൻ ഇപ്പം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിലെ ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസം. എൻ്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കൂടാതെ എനിക്ക് തിരിച്ചു തന്നു. എങ്കിലും ഞാൻ ഒരു 2-3 ദിവസത്തേന് ഞാൻ കുറേ സങ്കടപ്പെട്ടതാണ്, കാൽസ്യം കുറഞ്ഞു പോയത്. അതുകൊണ്ട് അതിൻ്റെ ഓർമ്മ വന്നപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ. അതിപ്പം 16 വർഷം മുമ്പ് നടന്ന സംഭവം കേട്ടോ. 16 വർഷമായി അതിപ്പം ഞാൻ ഓർത്തു എന്നേ ഉള്ളൂ. അപ്പം ഞാനതിന് പറഞ്ഞു. 2 മക്കളുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ പൊള്ളലും ഏറ്റു, ഒരാൾക്ക് കാൽസ്യവും കുറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. ഞാൻ
ദൈവത്തിന് നന്ദി പറയണം, എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു തന്നല്ലോ എന്നോർത്തന്നെ. അപ്പോൾ ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ആ പ്രതിസന്ധി തളർന്നിരിക്കാതിരിക്കുക, അതാണ് വേണ്ടത്. അതിനെ ഓവർകം ചെയ്യാൻ നമുക്കൊരു ശക്തി തരും, ഉറപ്പായ കാര്യമാണ്. നമ്മളതിനെ ആകെ നമ്മുടെ കയ്യിൽ വേണ്ടത് കുറച്ച് പണം എന്നോർത്തോണ്ട് വലിയ പണത്തിന് ആർത്തി കാണിച്ചാലും നമുക്കത് തിരിച്ചടി കിട്ടും കേട്ടോ. ആ പണം ഒത്തിരി ഉള്ളവർക്ക് ചിലർക്ക് അഹങ്കാരം കയറിയാലും എല്ലാം പണം കൊണ്ട് നേടാമെന്ന ചിന്തയും മറ്റുള്ളവരെ സഹായിക്കാണ്ടിരിക്കുന്ന ചിന്തയും പണം ഉണ്ടായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുന്ന അതും ഒക്കെ പണത്തിൻ്റെ വേറെ ദൂഷ്യവശങ്ങളാണ്. ആ സമയത്ത് പണം നമുക്ക് ആവശ്യമാണ് താനും. അത് നല്ല രീതിയിൽ നമുക്ക് ഉതകുന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ പണം നല്ലതാണ്. അഹങ്കാരം കയറാണ്ടിരിക്കുക, പണം ഉണ്ടായി എന്നോർത്തുകൊണ്ട് ഒരിക്കലും നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത്രയും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു.